കാഞ്ഞങ്ങാട് പുല്ലൂരിൽ കിണറ്റിൽ വീണ പുലി ഒടുവിൽ കൂട്ടിലായിട്ടുണ്ട്. കൊടവലം കവുങ്ങിൻ തോട്ടത്തിലെ കിണറ്റിലാണ് 3 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലിയെ കണ്ടെത്തിയത്. ദൃശ്യങ്ങളാണ്. പുലിനെ നമ്മളിപ്പോൾ പുറത്തെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പുലിനെ നമ്മൾ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ ഡോക്ടർ എത്തിച്ചേരും. അവിടെ വെച്ചിട്ട് ആവശ്യമായ വൈദ്യപരിശോധനകൾ നടത്തും. വൈദ്യപരിശോധനയുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സ വേണ്ടതാണെങ്കിൽ ചികിത്സ നൽകും. അതല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അനുമതിയോടുകൂടി എങ്ങോട്ടാണ് മാറ്റേണ്ടതെന്നുള്ളത് തീരുമാനമെടുക്കും. ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമാണ്. പ്രധാനമായിട്ടും കാസർഗോഡ് RRTയിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ അംഗങ്ങളാണ് ഇതിൽ പ്രധാന പങ്കുവഹിച്ചത്. കൂടാതെ കാഞ്ഞങ്ങാട് റേഞ്ചിലെ സ്റ്റാഫുകളും നാട്ടുകാരും ഇതിൽ സുദീർഘമായി പങ്കുവഹിച്ചിട്ടുണ്ട്. സാരംഗ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സാരംഗ്, മണിക്കൂറുകൾ നീണ്ട ശ്രമം അത് ഫലം കണ്ടു. ദൗത്യം എങ്ങനെയായിരുന്നു? പുലിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്താണ് അറിയിപ്പായി വരുന്നത്? പ്രതീഷ്, മണിക്കൂറുകൾ നീണ്ട ആളുകളുടെ ആശങ്ക ഇപ്പോൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ആശ്വാസകരമായ വിവരം. അത് മാത്രമല്ല, അവിടെ നിന്ന് പുലിയെ ഇപ്പോൾ ചെമ്മട്ടം വയലിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റുകയാണ്. നേരത്തെ ഇത്തരത്തിൽ DFO അടക്കം പറഞ്ഞു വെച്ചത് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളികൾ ഇത്തരത്തിലൊരു മിഷൻ ഉണ്ടാവുകയാണെങ്കിൽ മയക്കുവെടി വെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലൊരു ആവശ്യം തീരെയില്ല എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. കാരണം യാതൊരു തരത്തിലും ഒരു പ്രയാസവും ഉണ്ടാകുന്നില്ല. കൃത്യമായി കൂട് കിണറ്റിനകത്തേക്ക് താഴ്ത്തി വയ്ക്കുന്ന സമയത്ത് പുലിന് സ്വയം കൂട്ടിനകത്തേക്ക് കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് പുലിയെ ഇപ്പോൾ സുരക്ഷിതമായി വലിയ കൂട്ടിലേക്ക് മാറ്റി അവിടെ നിന്ന് ചെമ്മട്ടം വൈൽഡ് ലൈഫ് ഓഫീസിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് ഇത്തരത്തിൽ കണ്ണൂരിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഡോക്ടർമാരും അടങ്ങിയ സംഘം പുലിയെ വിദഗ്ധ പരിശോധന നടത്തും. ഇപ്പോൾ 2.5 വയസ്സുള്ള പുലിയാണ് അതാണ് ഇപ്പോൾ വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ആ പുലിയുടെ ആരോഗ്യ സ്ഥിതി കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും പിന്നിലുള്ള നടപടികൾ ഉണ്ടാവുക. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഏതെങ്കിലും സുവോളജിക്കൽ പാർക്കിലേക്കായിരിക്കും ഒരുപക്ഷെ ഈ പുലിയെ മാറ്റുക. ഇനി നേരത്തെയും പലതവണ ഇത്തരത്തിൽ ജീവി ഉണ്ട് എന്നുള്ള രീതിയിൽ വലിയ ഭീഷണിയും ആശങ്കയും ഒക്കെ തന്നെ നിലനിന്ന പ്രദേശമാണ് പുല്ലൂരും പെരിയും ഒക്കെ തന്നെ. എന്നാൽ ആളുകൾക്ക് ഇനിയും ഭയപ്പാടുണ്ടാവുന്ന സംഭവം തന്നെയാണ് ഇന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത്. പ്രജീഷ്, സാരംഗ്, പ്രദേശത്തെ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞോ? നേരത്തെയും പുലിയുടെ സാന്നിധ്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3 വയസ്സ് പ്രായമുള്ള പുലിയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആശങ്ക എങ്ങനെയാണ് അവസാനിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്? പ്രതീഷ്, കഴിഞ്ഞ വർഷം ഒക്കെ തന്നെ സമാനമായ രീതിയിൽ പലയിടങ്ങളിലെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായി എന്ന് പരക്കെ പറയപ്പെട്ട ഒരു പ്രദേശമാണ് പുല്ലൂർ പെരി. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ആളുകൾ ആരും തന്നെ നേരിട്ട് പുലിയെ കണ്ടിട്ടില്ല എന്ന ഒരു വിവരം തന്നെയായിരുന്നു അന്നൊക്കെ തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കൃത്യമായി പുലിയെ കണ്ടെത്തിയിരിക്കുന്നു. പുലിയുടെ ഗർജനം ആളുകൾ തിരിച്ചറിഞ്ഞ് കിണറ്റിലേക്ക് എത്തി നോക്കുന്ന സമയത്താണ് പുലി ഇത്തരത്തിൽ കിണറ്റിൽ വീണ് കിടക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചത്. എന്തുകൊണ്ടും ആളുകൾ ഇനി ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കവുങ്ങിൻ തോട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും റബ്ബർ തോട്ടങ്ങളും ഒക്കെയുള്ള ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ അതിരാവിലെയൊക്കെ തന്നെ കർഷകരൊക്കെ തന്നെ കൃഷിക്ക് ഇറങ്ങുന്ന മേഖലയാണ്. അവർക്ക് തന്നെ ഇനിയും ശ്രദ്ധ പുലർത്തണമെന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. പ്രജീഷ്, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ കാഞ്ഞങ്ങാട് കിണറ്റിൽ വീണ പുലിയെ മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിന് ഒടുവിൽ ഇപ്പോൾ കൂട്ടിലേക്ക് ആക്കിയിരിക്കുകയാണ്. 3 വയസ്സാണ് പ്രായമെന്നാണ് അറിയാൻ കഴിയുന്നത്.